ബിസ്മില്ലാ വൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വആലിഹി വസഹ്ബിഹി വമൻവാല വബഅദ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഹുദം വറഹ്മത്തൽ ലിൽ മുഹ്സിനി അല്ലേ, അതാണ് വിശദീകരിച്ചത്. നമ്മൾ ആരാണ് മുഹ്സിൻ എന്നതാണ് പറഞ്ഞു വന്നത്. അപ്പോൾ നമ്മൾ പറഞ്ഞ ആരാണ് മുഹ്സിൻ? ഇഹ്സാനുള്ളവൻ അല്ലേ. അപ്പം നമ്മൾ പറഞ്ഞ ആരാണ് ഇഹ്സാനുള്ളവൻ? ഇഹ്സാൻ എന്താണ്? അപ്പോൾ അള്ളാഹു നമ്മെ കാണുന്നുണ്ട്, നമ്മൾ അള്ളാഹിനെ കാണുന്നു ഇല്ലെങ്കിലും അള്ളാഹു നമ്മളെ കാണുന്നു എന്ന ബോധത്തിൽ അള്ളാഹ്ക്ക് വഴിപ്പെടുക, നിസ്കരിക്കുക, അള്ളാഹുവെ ഭയക്കുക, അതാണ് ഇഹ്സാൻ. പിന്നെ പടപ്പുകളോടുള്ള ഇഹ്സാൻ നമ്മൾ പറഞ്ഞ് എല്ലാ നിലക്കും പടപ്പുകളോടുള്ള നന്മയിലുള്ള വർത്തനം, അതൊരു കാലിനെ അറുക്കുമ്പോൾ അറക്കണ വിഷയത്തിൽ വരെ ഇഹ്സാൻ ഉണ്ടെന്ന് പറഞ്ഞു. പിന്നെ നമ്മൾ മുഹ്സിൻ എന്ന് പറഞ്ഞതിന് മറ്റൊരു നിർവചനം അൽ ഹസനാത്ത് പ്രവർത്തിക്കുന്നവനാണ്. അൽ ഹസനാത്ത് പ്രവർത്തിക്കുന്നവൻ, ഹസനാത്ത് ചെയ്യുന്നവൻ. അതിൽ അഹ്സനാത്ത് നമ്മൾ പറഞ്ഞ ഏറ്റവും അഫ്ദലുൽ ഹസനാത്ത് എന്താ പറഞ്ഞ? ലാ ഇലാഹ ഇല്ലല്ലാഹ്. ലാ ഇലാഹ ഇല്ലല്ലാഹ് അഫ്ദലുൽ ഹസനാത്ത് എന്നാണ്. ഏറ്റവും ശ്രേഷ്ഠമായ ഹസനത്ത് അത് ലാ ഇലാഹ ഇല്ലല്ലാഹ്. പിന്നെ ഏറ്റവും ശ്രേഷ്ഠമായ ഹസനത്താണ് ഏത്? നിസ്കാരം. അത് പറഞ്ഞിട്ട് നമ്മൾ വെച്ചത് അല്ലേ. നമ്മൾ സൽമാൻ അൽ ഫാരിസി ഒരു വൃക്ഷത്തിൻ്റെ കൊമ്പ് പിടിച്ച് കുലുക്കി, ഉണങ്ങിയ വൃക്ഷത്തിൻ്റെ, അപ്പം അതിൻ്റെ ഇലകൾ കൊഴിഞ്ഞു പോന്നു. അപ്പം അത് അബൂ ഉസ്മാൻ നഹ്ദിയോട് ഇതെന്തിനാണ് ഈ കാണിച്ചതെന്ന് ചോദിച്ചു. നിങ്ങൾ എന്തുകൊണ്ട് ചോദിക്കുന്നില്ല, ഇതെന്തിനാ ചെയ്തത് എന്ന് പറഞ്ഞേ. ഏതായാലും സൽമാൻ അൽ ഫാരിസി പറയാം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ ഇങ്ങനെ ചെയ്തു, അത് ഞാനും ചെയ്തു. റസൂലുള്ളാഹി ചെയ്തിട്ട് എന്നോട് ചോദിച്ചു, താങ്കൾ എന്തുകൊണ്ട് ചോദിക്കണില്ല, ഇത് ഞാൻ എന്ത് ചെയ്തു? അവിടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഒരാൾ വുദു ചെയ്തു, നന്നായി വുദു ചെയ്തു. മൻ തവദ്ദഅ ഫഅഹ്സനൽ വുദു സുമ്മ സല്ലൽ സലവാത്തുൽ ഖംസ്, പിന്നീട് 5 വക്ത് നിസ്കരിച്ചാൽ തഹ്താതു സയ്യിആതുഹു കമാ തഹ്താതു ഹദിൽ വറഖ്, ഈ ഇലകൾ വീഴുന്നത് പോലെ അവൻ്റെ തെറ്റുകൾ പൊഴിഞ്ഞു വീഴും 5 വക്ത് നിസ്കരിച്ചാൽ. എന്നിട്ട് പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടെ ആയത്തോതി, എന്ത്? അഖിമിസ് സ്വലാത്ത തൊറഫൈൻ നഹാരി വസുലഫ മിനൽ ലൈൽ ഇന്നൽ ഹസനാത്തി യുദ്ഹിബിന സയ്യാത്ത്. 5 വക്ത് നിസ്കരിക്കാതാണ്. അഖിമിസ് സ്വലാത്ത തൊറഫൈൻ നഹാർ വസുലഫ മിനൽ ലൈൽ, 5 വക്ത് നിസ്കരിക്കുക. ഇന്നൽ ഹസനാത്ത്, എന്താ നിസ്കാരത്തെ കുറിച്ചാണ് പറയണത്. അവ യുദ്ഹിബിന സയ്യാത്ത്, തിന്മകളെ പോക്കും എന്ന് പറഞ്ഞുകൊണ്ടാണ്. അപ്പോൾ ഏറ്റവും നല്ല ഹസനത്ത് അതേതാണ്? 5 വക്ത് നിസ്കാരം. ഇവിടെ ഞാൻ കുറച്ച് മുമ്പ് ഒരു ചരിത്രം പറഞ്ഞിരുന്നു, ഈ അബുൽ യസർ എന്ന സഹാബിയുടെ ചരിത്രം. കാരക്ക വിറ്റതുമായി ബന്ധപ്പെട്ട് ഞാൻ കാരക്ക വിൽക്കുമായിരുന്നു. അങ്ങനെ ഒരു സ്ത്രീ കാരക്ക വാങ്ങാൻ വേണ്ടി വന്നപ്പോൾ നല്ല കാരക്ക വീട്ടിനകത്തുണ്ട് എന്ന് പറഞ്ഞത് ഒരു പൈശാചിക ദുഷ്പ്രേരണയിൽ നല്ല കാരക്ക ഒത്തുണ്ടായിരുന്നു. അകത്തേക്ക് അവർ കാരക്ക വാങ്ങാൻ വന്നപ്പോൾ ഇദ്ദേഹം അവരെ ആശ്ലേഷിച്ച് ചുംബിച്ചു, ഫിത്നയിലാകപ്പെട്ടു. പക്ഷേ അദ്ദേഹത്തിന് അത് ബോധ്യപ്പെട്ടു, ഞാനൊരു തെറ്റിൽ അകപ്പെട്ടു എന്ന് അദ്ദേഹത്തിന് ബോധ്യപ്പെട്ടു. എൻ്റെ അടുത്ത് തെറ്റ് വന്നു. ഉടനെ അദ്ദേഹം ഓടുകയാണ്. എവിടേക്കോ ഓടണേ? അബൂബക്കർ റളിയല്ലാഹുവിൻ്റെ അടുക്കലേക്ക്. എന്നിട്ട് പറയണം, അബൂബക്കർ, എന്നിൽ നിന്ന് ഇങ്ങനെ ഒരു അപരാധം സംഭവിച്ചു. അപ്പോൾ അബൂബക്കർ റളിയല്ലാഹു പറഞ്ഞു, ഉസ്തുർ അലാ നഫ്സിക് തുബ്, നിങ്ങളുടെ സ്വകാര്യതയിൽ വന്നു പോയതാണ്, അതുകൊണ്ട് ആരോടും പറയണ്ട, മൂടി വെക്കി, മറച്ചു പിടിക്ക്, തൗബ ചെയ്യാൻ പറയണം. പക്ഷെ അദ്ദേഹത്തിന് പൊറുതിയില്ല. അപ്പോൾ ഉമറിൻ്റെ അടുക്കലേക്ക് ഓടി. എന്നിട്ട് ഉമറിനോട് പറയാണ്, എൻ്റെ അടുത്ത് ഇങ്ങനെ ഒരു തെറ്റ് വന്നു. അപ്പോൾ ഉമർ പറയാണ്, ഉസ്തുർ അലാ നഫ്സിക് തുബ്, തൗബ ചെയ്യാൻ പറയാണ്. പക്ഷേ അദ്ദേഹത്തിന് വീണ്ടും പൊറുതിയില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അടുക്കലേക്ക് ഓടി വന്നിട്ട് പറയുന്നത്, റസൂലെ, ഞാനിങ്ങനെ ഒരു തെറ്റ് ചെയ്തു, ഞാൻ അവരെ ശാരീരികമായി പ്രാപിച്ചിട്ടില്ല, പക്ഷേ ഒരു ചുംബനം എന്നിൽ നിന്ന് വന്നു പോയി, ഇതാ എൻ്റെ ശരീരം, നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും വിധിക്കാം, ശിക്ഷാവിധി നടത്താം. ഞാൻ ഉമറിനോട് ഇത് പറഞ്ഞപ്പോൾ ഉമർ പറഞ്ഞത് ഉസ്തുർ അലാ നഫ്സിക്, ഇത് ആരോടും പറയണ്ട എന്നാണ്. പക്ഷേ എനിക്ക് പൊറുക്കാൻ കഴിയണില്ല. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വളരെ ഗൗരവത്തിലാണ് പറഞ്ഞത്, അജഹസ്ത ഗാസിയൻ ഫി അഹ്ലിഹി ബിമിസ്ലി ഹാദ ഔ കമാ ഖാൽ, അതായത് ഇങ്ങനെ ഒരു അപരാധം ചെയ്യാൻ താങ്കൾ ഒരു യോദ്ധാവിനെ ഒരുക്കി നിർത്തിയിട്ടുണ്ടോ? അള്ളാഹിൻ്റെ മാർഗത്തിൽ ജിഹാദ് ചെയ്യാൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വലിയൊരു പുണ്യം ചെയ്തിട്ടാണോ നിങ്ങൾ ഇങ്ങനത്തെ ഒരു അപരാധം ചെയ്യണമെന്ന രീതിയിൽ റസൂലുള്ളാഹി വളരെ ഗൗരവത്തിൽ പറഞ്ഞു.
പിന്നെ റസൂലുള്ള തല തൂക്കിയിട്ടിരുന്നു എന്നാണ്, തൂക്കിയിട്ടിരുന്നു. എന്നിട്ട് പിന്നെ അവസാനം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അദ്ദേഹത്തിന് ഓതി കൊടുത്തു. അദ്ദേഹത്തിൻ്റെ വിഷയത്തിലാണ് ഈ ആയത്ത് ഇറങ്ങിയത് എന്ന രീതിയിലാണ് നിവേദനം നമ്മൾ നടത്തുന്നത്. അഖിമിസ് സ്വലാത്ത തൊറഫൈൻ നഹാരി വസൂലഫ മിനൽ ലൈൽ, പറഞ്ഞാൽ 5 വഖ്ത് നിസ്കരിക്കുക. ഇന്നൽ ഹസനാത്ത് യുദ്ഹിബ്ന സയ്യിആത്ത്, നന്മകൾ തിന്മകളെ പോക്കും എന്ന് പറഞ്ഞു. വദാലിക ദിക്റ ലിദ്ദാക്കിരി, ദാലിക ദിക്റ ലിദ്ദാക്കിരി. അപ്പോൾ ഇവിടെ ഞാൻ പറഞ്ഞു വന്നത് ലിൽ മുഹ്സിനീൻ എന്ന് പറഞ്ഞാൽ അൽ ഹസനാത്ത്, നന്മകൾ ചെയ്യുന്നവർ, അൽ ആമിലു ലിൽ ഹസനാത്ത്, അവർക്കാണ് ഹുദൻ വറഹ്മതൻ. ഇവിടെ ഇതിൽ ലാ ഇലാഹ ഇല്ലല്ലാഹിലും അതേപോലെ തന്നെ 5 വഖ്ത് നിസ്കാരത്തിലും മാത്രം ഹസനാത്ത് പരിമിതപ്പെടില്ല. ഹസനാത്ത് എല്ലാ നന്മകളും. സീറയിൽ ഒരു ചരിത്രം, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു വഫാത്തായപ്പോൾ ഉമർ റളിയല്ലാഹു തആല അൻഹു അബൂബക്കർ റളിയല്ലാഹുവിൻ്റെ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുത്തു. അതിലൊരു ഉത്തരവാദിത്തമായിരുന്നു എന്ന് രാത്രി ചെന്നിട്ട് ഒരു ബ്ലൈൻഡായ അന്ധയായ സ്ത്രീയുടെ പിന്നെ കർമ്മങ്ങൾ നിർവഹിച്ചു കൊടുക്കുമായിരുന്നു അബൂബക്കർ റളിയല്ലാഹു. അവരുടെ വസ്ത്രങ്ങൾ കഴുകി കൊടുക്കുക, അവർക്ക് ഭക്ഷണം ഉണ്ടാക്കിയിട്ട് അത് തീറ്റുക, ഇതൊക്കെയായിരുന്നു. അപ്പോൾ അബൂബക്കർ റളിയല്ലാഹുവിൻ്റെ വഫാത്തിന് ശേഷം പിന്നെ ഉമർ റളിയല്ലാഹു ഖലീഫയായപ്പോൾ ഉമർ ആ ദൗത്യത്തിന് ചെന്നിട്ട് അവർക്ക് എല്ലാ കാര്യങ്ങളും തയ്യാറായി കൊടുത്തിട്ട് അവർക്ക് കാരക്ക തിന്നാൻ കൊടുത്തു. കാരക്ക തിന്നാൻ കൊടുത്തപ്പോൾ ആ സ്ത്രീ കാരക്ക എടുത്ത് തിന്നുമ്പോൾ ചോദിക്കുകയാണ്, അയിന സാഹിബുക്ക്, അയിന സാഹിബുക്ക്, ആ മാത്ത സാഹിബുക്ക്, നിങ്ങളുടെ കൂട്ടുകാരൻ മരിച്ചോ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ ഉമർ പറഞ്ഞിട്ടില്ല ഞാൻ അബൂബക്കറിന് പകരമാണ്, ഞാൻ പുതിയ ഖലീഫയൊന്നും പറഞ്ഞിട്ടില്ല. അബൂബക്കറിൻ്റെ അതേപോലെ ഇവർക്കറിയില്ല അബൂബക്കർ മരിച്ചു, ഇനി ഞാനാണ് ഉമറാണെന്നുള്ളതൊന്നും അറിയില്ല. ആ മാത്ത സാഹിബിക്ക് നിങ്ങളുടെ കൂട്ടുകാരൻ മരിച്ചോ എന്ന് ചോദിക്കുകയാണ് ആ സ്ത്രീ കാരക്ക കിട്ടിയപ്പോൾ. അപ്പോൾ പിന്നെ ഉമർ ചോദിക്കുകയാണ്, എന്തേ നിങ്ങൾക്ക് അങ്ങനെ ഫീൽ ചെയ്തതെന്ന് ചോദിക്കുകയാണ്. അപ്പോൾ പറയാണ്, നിങ്ങളുടെ സാഹിബ് കാരക്ക തരുമ്പോൾ അതിൻ്റെ കുരു ഒഴിവാക്കിയിട്ടാണ് തന്നിരുന്നത്. ഇതിപ്പോൾ കുരു കൊടുക്കണ തന്നപ്പോൾ പിന്നെ എനിക്ക് മനസ്സിലായി ആ ആളല്ലേ ഈ ആളെന്ന്. അല്ലാഹു അക്ബർ. ഹസനാത്ത്, അങ്ങനെ ഹസനാത്തിൻ്റെ ഗണം പലതാണ്. ഇമാം അസ്സഹബി അദ്ദേഹത്തിൻ്റെ സിയാറ അലാമുൻ നുബലായിൽ അബൂ മൻസൂറുൽ ഖയ്യാത്ത് അൽ മുഖരി, പ്രിയപ്പെട്ട ഒരു പണ്ഡിതനാണ്, ഖുർആൻ പഠിപ്പിക്കുന്നൊരു മഹാനുമായിരുന്നു അബൂ മൻസൂറുൽ ഖയ്യാത്ത്. അദ്ദേഹത്തിൻ്റെ ചരിത്രം എഴുതിയതാണ്. അദ്ദേഹത്തെ മരണാനന്തര സ്വപ്നത്തിൽ കണ്ടു എന്നാണ്. അപ്പോൾ പിന്നെ അദ്ദേഹത്തോട് ചോദിച്ചു എന്നാണ്, റബ്ബ് താങ്കളെ കൊണ്ട് എന്താണ് ചെയ്തത്? അപ്പോൾ പറയാണ്, ഗുഫിറ ലീ ലിതഅലീമി സിബ്യാൻ സൂറത്തുൽ ഫാത്തിഹ, കുട്ടികൾക്ക് ഞാൻ സൂറത്തുൽ ഫാത്തിഹ പഠിപ്പിച്ചതിനാൽ അള്ളാഹു എനിക്ക് പുറത്തു തന്നിരിക്കുന്നു എന്ന് അദ്ദേഹം പറഞ്ഞു എന്നാണ്. അബൂ മൻസൂറുൽ ഖയ്യാത്ത് അറിയപ്പെട്ട ഒരു പണ്ഡിതനാണ്, മനസ്സിലായില്ല. അപ്പോൾ ഇതൊക്കെ ഹസനാത്ത്, പഠിക്കൽ, അതേപോലെ തന്നെ മറ്റു ഈ ജനസേവന സന്നദ്ധ പ്രവർത്തനങ്ങൾ, ഇതൊക്കെ ഹസനാത്ത്. അതിൻ്റെ ഗണം ഇസ്ലാമിൽ വളരെ വലുതാണ്. അത് പിന്നെ 5 വഖ്ത് നിസ്കാരത്തിൽ പരിമിതമല്ല എന്നുള്ളത് മനസ്സിലാക്കാൻ ഞാൻ പറഞ്ഞു എന്ന് മാത്രം. ഏതായാലും ഹുദൻ വറഹ്മതൻ ലിൽ മുഹ്സിനീൻ. എന്നിട്ട് ആരാണ് മുഹ്സിനീൻ? നമ്മൾ പറഞ്ഞു അവരെ പദാറിയിക്കുന്ന രീതിയിൽ അതിന് നിർവചനം. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ മുഹ്സിനീൻ എന്നതൊരു വിശാലമായ പിന്നെ വൃത്തവും അതേപോലെ നീണ്ടൊരു ഗണവുമാണെങ്കിലും അതിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല 3 കൂട്ടരെ പ്രത്യേകം പറയാണ്. ഒന്ന് അല്ലദീന യുഖീമൂന അസ്സലാ, 2 വയുഅ്തൂന അസ്സകാ, 3 വഹും ബിൽ ആഖിറതി ഹും യൂഖിനൂൻ. ഇഹ്സാനിൽ ഏറ്റവും ഉയർന്ന ദറജ അല്ലെങ്കിൽ ഉന്നതമായ മഖാം ഇത് മൂന്നാണ്. മുഹ്സിനീൻ അവരാരാണ്? അല്ലദീന യുഖീമൂന അസ്സല, അല്ലദീന അവർ എങ്ങനെയുള്ളവരാണ്? യുഖീമൂന അസ്സല, അവർ നിസ്കാരത്തെ എന്താ യുഖീമൂൻ ഇഖാമത്ത് ചെയ്യുന്നതാണ്. ഇഖാമത്തുസ്സല, നമസ്കാരത്തെ. അല്ലദീന യുസല്ലൂൻ എന്ന് പറഞ്ഞില്ല, അല്ലദീന യുസല്ലൂൻ നിസ്കരിക്കുന്നവർ എന്ന് പറഞ്ഞില്ല. പിന്നെന്താ പറഞ്ഞത്? അല്ലദീന യുഖീമൂന അസ്സല എന്നാണ്. നിസ്കാരം ഇഖാമത്ത് ചെയ്യുന്നവർ, നിലനിർത്തുക. അഖാമ എന്നാണ്, അഖാമയിൽ നിന്നാണ് ഇത് വരുന്നത്. അഖാമ. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത് അഖിമിസ്സലാ എന്നാണ്.
അല്ലേ? നമ്മൾ ഓതിയില്ല അപ്പോൾ ആയത്ത് അഖിമി സ്വലാത്ത തറഫൈൻ നഹാർ അഖിമി സ്വലാത്ത ലിദുലൂക്കിൽ ഷംസ് വഗസഖിൽ ഫജ്ർ. അവിടെ അഖിമി സ്വലാത്ത എന്നാണ് പറഞ്ഞത്, മറ്റോടത്തും അഖിമി സ്വലാത്ത എന്ന് പറഞ്ഞത്. സൂറത്ത് താഹയിൽ നമ്മൾ പഠിച്ചു എന്താ പറഞ്ഞത്? ആ അഖിമി സ്വലാത്ത ലിദിക്രി, അഖിമി സ്വലാത്ത ലിദിക്രി, അവിടെയൊക്കെ അഖീം എന്നാണ് പറഞ്ഞത്. പിന്നെ ഖുർആനിൽ പലയിടത്തും അഖീമു സ്വലാഹ് വആത്തു സക്കാ എന്നാണ് പറഞ്ഞത്. അല്ലദീന യുഖീമൂന സ്വലാ ഇവിടെ പറഞ്ഞില്ലേ, അതേപോലെയാണ് ഇവിടെ പറഞ്ഞത്. അലിഫ് ലാം മീം ദാലികൽ കിതാബു ലാ റൈബ ഫീഹി ഹുദൽ ലിൽ മുത്തഖീൻ അല്ലദീന യുഅ്മിനൂന ബിൽ ഗൈബി വയുഖീമൂന സ്വലാ എന്ന് പറഞ്ഞത്. വയുസല്ലൂന എന്നല്ല. നോക്കിയേ, അവർ നിസ്കരിക്കുന്നു എന്നുള്ളതിന് സല്ലൗ യുസല്ലി യുസല്ലൂൻ അങ്ങനെ പറഞ്ഞാൽ മതി. പക്ഷെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞതൊക്കെ ഇങ്ങനെയാണ്. യുഖീമൂൻ അഖീം ഇങ്ങനെയൊക്കെയാണ് പറഞ്ഞത്. അഖാമ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലുണ്ടല്ലോ നേരെയാക്കുകയാണ്, ഇങ്ങനെ വളഞ്ഞ ഒന്നിനെ നേരെ നിർത്തുന്നതിന് അഖാമ എന്ന് പറയും. ഇങ്ങനെ നേരെ വളഞ്ഞ ഒന്നിനെ ഇങ്ങനെ നേരെ സ്ഥാപിക്കുന്നതിന് അഖാമ എന്ന് പറയും, നേരെയാക്കുക. നിസ്കാരത്തെ ഇഖാമത്ത് ചെയ്യാനാണ് പറഞ്ഞത്. നിസ്കാരത്തെ ഇഖാമത്ത് ചെയ്യുക എന്ന് പറഞ്ഞാൽ നമസ്കാരത്തെ നേരാം വിധം ശരിയാം വിധം നിർവഹിക്കുക എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ പിന്നെ പണ്ഡിതന്മാർ പറയാണ് നിസ്കാരത്തെ എങ്ങനെയാണ് ഇഖാമത്ത് ചെയ്യൽ. നിസ്കാരത്തിന് ഷർത്തുകൾ പറഞ്ഞിട്ടില്ലേ, നിസ്കാരത്തിന് ശുറൂത്തുകളില്ലേ, അതേപോലെ തന്നെ നിസ്കാരത്തിൻ്റെ റുക്കുനുകളില്ലേ, നിസ്കാരത്തിന് വാജിബുകളില്ലേ, പിന്നെ നിസ്കാരത്തിന് അടിസ്ഥാനമായി വർത്തിക്കേണ്ട പല വിഷയങ്ങളുണ്ട്. അടിസ്ഥാനപരമായിട്ടുള്ള പല വിഷയങ്ങളുണ്ട്. അതിൽപ്പെട്ടതാണ് നിസ്കാരത്തിൽ അതിൻ്റെ ഇഖ്ലാസ്, അതേപോലെ തന്നെ നിസ്കാരത്തിൽ ഉണ്ടാകേണ്ട ഖുശൂ, അതേപോലെ തന്നെ നിസ്കാരത്തിൽ ഉണ്ടാകേണ്ടതാണ് അതിൽ മുവാഫഖ. ഇതൊക്കെ ഒപ്പിച്ചുകൊണ്ടുള്ള നിസ്കാരമാണ് ഇവിടെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്. യുഖീമുന സ്സലാ. നിസ്കാരത്തിൻ്റെ ഷർത്തുകൾ എന്താ? എത്ര ഷർത്തുകളുണ്ട് നിസ്കാരത്തിന്? നമ്മൾ നാട്ടിൽ 5 എണ്ണം പഠിക്കും അല്ലേ? ഷാഫി ഫിഖയിൽ നിസ്കാരത്തിന് ഷെയ്ഖ് മുഹമ്മദ് ഇബ്ൻ അബ്ദുൽ വഹാബിൻ്റെ ഒരു കിതാബ് തന്നെ ഉണ്ട്, ഷുറൂത്ത് സല. നിസ്കാരത്തിന് 9 ഷർത്തുകളാണ് അദ്ദേഹം അതിൽ മെൻഷൻ ചെയ്യുന്നത്. ചിലർ 10 ഷർത്ത് പറഞ്ഞിട്ടുണ്ട്. എന്താ നിസ്കാരത്തിൻ്റെ ഷർത്തുകൾ? നമ്മൾ വെറുതെ ഒന്ന് ഓർത്താൽ, നിൽക്കാൻ നിൽക്കുന്നത് ഷർത്തല്ല, അത് റുക്കിനിൽപ്പെട്ടതാണ്. അത് നിസ്കാരത്തിൻ്റെ അകത്തുള്ള സംഗതിയാണ്. ഷർത്ത് നിസ്കാരത്തിന് പുറത്തുള്ളതാണ്. പുറത്തുനിന്ന് വരണം. നമുക്ക് അതിൻ്റെ തുടക്കം മുതൽ വരട്ടെ. ഒന്ന് മുസ്ലിമായിരിക്കുക, ഇസ്ലാം, മുസ്ലിമിനാണ് നിസ്കാരം, അതാണ് ഒന്നാമത്തെ ഷർത്ത്. രണ്ടാമത്തേത് അൽ അഖൽ, ബുദ്ധിയുള്ളവർക്കാണ് നിസ്കാരം നിർബന്ധം. പിന്നെ മൂന്നാമത്തേത് അത്തമീസ്, വകതിരിവ്. പ്രായപൂർത്തിയല്ല നിസ്കാരം, അതിന് പ്രായപൂർത്തിയല്ല, പിന്നെയോ അതിന് വകതിരിവാണ്. വകതിരിവിൻ്റെ വയസ്സ് എത്ര? 6 വയസ്സ് കഴിഞ്ഞാൽ വകതിരിവായി. സിന്നു തമീസ് 6 ആണ്, 6 കഴിഞ്ഞ് 7 മുതൽ. അതുകൊണ്ടാണ് മുറു ഔലാദക്കും വഹും അബ്നാ ഉസബഈൻ, മക്കളോട് നിസ്കാരം കൊണ്ട് കൽപ്പിക്കണം അവർ 7 വയസ്സായിരിക്കെ. അംറു ബിനു സലമ അല്ലെങ്കിൽ സലമത്ത് ബിൻ അംർ അല്ലെങ്കിൽ അംറു ബിൻ സലമ അൽ ജറമി, അദ്ദേഹം 7-ാം വയസ്സിൽ അദ്ദേഹം നാട്ടുകാർക്ക് ഇമാമൊക്കെയായിരുന്നു എന്നാണ്. അതായത് നാട്ടിൽ ഇമാമൊക്കെയായിരുന്നു. അതാണ് ഇമാം ബനു ജറം ഗോത്രത്തിൽ. തമീസ് വകതിരിവാണ്. പിന്നെ റഫ്ഉൽ ഹദസ്. എന്താ റഫ്ഉൽ ഹദസ്? അശുദ്ധി ഉയരൽ. അശുദ്ധി 2 ഉണ്ട്. ഒന്ന് ചെറിയ അശുദ്ധി അല്ലേ, 2 വലിയ അശുദ്ധി. എന്താ ചെറിയ അശുദ്ധി? ഒതു ഇല്ലാത്ത അവസ്ഥ. ആരാ പറഞ്ഞേ? മാഷാ അല്ലാഹ്. ഒതു ഇല്ലാത്ത അവസ്ഥക്കാണ് ചെറിയ അശുദ്ധി എന്ന് പറയാം. കുളി നിർബന്ധമാകുന്ന അവസ്ഥക്കാണ് വലിയ അശുദ്ധി എന്ന് പറയാം. അതാണ് എളുപ്പം. ഒതു ഇല്ലാത്ത അവസ്ഥക്ക് ചെറിയ അശുദ്ധി, കുളി നിർബന്ധമായ അവസ്ഥക്ക് വലിയ അശുദ്ധി.
കുളി നിർബന്ധമാകുന്ന അവസ്ഥ ഇപ്പോൾ നമുക്ക് സ്ഖലനം ഉണ്ടാവുക, അല്ലെങ്കിൽ ഭാര്യമാരെ പ്രാപിക്കുക, അല്ലെങ്കിൽ സ്ത്രീകളാണെങ്കിൽ അവർക്ക് പിന്നെ പ്രസവരക്തം, അതേപോലെ തന്നെ ഋതുരക്തം, ഇതൊക്കെ ഉണ്ടാകുമ്പോഴാണ് വലിയ അശുദ്ധിൻ്റെ ഹാല്. ചെറിയ അശുദ്ധി എന്ന് പറഞ്ഞെങ്കിൽ ഉളു നിർബന്ധമാകുന്ന അവസ്ഥ. ഉളു നിർബന്ധമാകുന്ന അവസ്ഥ എന്ന് പറഞ്ഞെങ്കിൽ ചിലപ്പം ഗാഠമായ ഉറക്കമായേക്കാം, ചിലപ്പോൾ നമ്മൾ പിന്നെ മലമൂത്ര വിസർജനം നിർവഹിച്ചതായേക്കാം, ചിലപ്പോൾ പിന്നെ ഗ്യാസ് പോലുള്ളതായ പിന്നെ കീഴ്വാഴ് പോലുള്ളതായ പ്രശ്നങ്ങളായേക്കാം, പിന്നെ അങ്ങനെയുള്ള. അപ്പോൾ അത് ഓരോന്നെണ്ണിന് പകരം ഉളു നിർബന്ധമാകുന്ന അവസ്ഥ, അതാണ് ചെറിയ അശുദ്ധി. ഇത് വലിയ അശുദ്ധി. അൽ ഹദസുൽ അസ്ഗർ ചെറിയ അശുദ്ധി, അൽ ഹദസുൽ അക്ബർ വലിയ അശുദ്ധി. അത് റഫ്, അത് ഉയരൽ. അതാണെന്ത് ഒരു ഷർത്ത്. ചെറിയ ശുദ്ധീകരൽ എങ്ങനെ? ചെറിയ ശുദ്ധീകരൽ ഉളു ചെയ്ത്, വലിയ ശുദ്ധീകരൽ കുളിച്ചുകൊണ്ട്. കുളിക്കാനും ഉളു ചെയ്യാനും വെള്ളമല്ലെങ്കിലോ മണ്ണ് ഉപയോഗിച്ച്, അല്ലെങ്കിൽ ശുദ്ധമായ ഭൂതലം ഉപയോഗിച്ചുള്ള തയമ്മു. അടുത്തത് ഇസാലത്തുൻ നജാസ. എന്താ ഇസാലത്തുൻ നജാസ? നജസ് നീക്കൽ, നജസിനെ നീക്കൽ. നിസ്കരിക്കുന്നവൻ്റെ വസ്ത്രം, നിസ്കരിക്കുന്നവൻ്റെ ശരീരം, നിസ്കരിക്കുന്ന സ്ഥലം, അത് നജസിൽ നിന്ന് മുക്തായിരിക്കണം. ഒരാൾ വേസ്റ്റിൽ പോയിട്ട്, വേസ്റ്റ് ഉണ്ടെങ്കിൽ നജസിൽ പോയിട്ട് നിസ്കരിച്ചാൽ ശരിയാവില്ല. നിസ്കാരത്തിൻ്റെ ഷർത്താണ് നിസ്കരിക്കുന്നതിന് മുമ്പ് നിസ്കരിക്കുന്ന ഇടം, അല്ലെങ്കിൽ നിസ്കരിക്കുന്നവൻ്റെ വസ്ത്രം, അല്ലെങ്കിൽ നിസ്കരിക്കുന്നവൻ്റെ ശരീരം, അത് നജസിൽ നിന്ന് മുക്തായിരിക്കണം. നജസ് നീക്കണം, പോക്കണം. അതാണിത് ഒരു ഷർത്ത്. പിന്നെ അടുത്ത ഷർത്ത് സത്രുൽ ഔറ. എന്താ സത്രുൽ ഔറ? ഔറത്ത് മറക്കൽ. പുരുഷന്മാർക്ക് പ്രത്യേക ഔറത്തുണ്ട്, സ്ത്രീകൾക്ക് പ്രത്യേക ഔറത്തുണ്ട്. ഈ ഔറത്തുകൾ മറക്കൽ നിസ്കാരത്തിൻ്റെ ഷർത്താണ്. പിന്നെ അടുത്തത് ദുഖൂലുൽ വഖ്ത്. എന്താ ദുഖൂലുൽ വഖ്ത്? സമയമാകൽ. 5 വഖ്ത് നിസ്കാരത്തിന് സമയങ്ങളുണ്ട്. തുടക്ക സമയം, ആ സമയമായിട്ട് നിസ്കരിച്ചെങ്കിൽ ശരിയാവുള്ളത് ഷർത്താണ്. പിന്നെ അടുത്തത് ഇസ്തിഖ്ബാലുൽ ഖിബ്ല. ഖിബ്ലക്ക് മുന്നിടൽ. ഖിബ്ലക്ക് ഫവല്ലി വജ്ഹക ശത്റൽ മസ്ജിദൽ ഹറാം. മസ്ജിദുൽ ഹറാമിന് നേരെ നിസ്കാരത്തിൽ തിരിയൽ, അതാണ് ഇസ്തിഖ്ബാലുൽ ഖിബ്ല. പിന്നെ അടുത്തത് നിയ്യ. ഇതാണ് 9 ഷർത്തുകൾ. ചിലർ പറഞ്ഞത് ഈ ഫിഖ്ഹിൻ്റെ ഭാഷയിൽ ഇൻഖിതാഉൽ മൂജിബ് എന്നാണ്. ഇൻഖിതാഉൽ മൂജിബ് എന്ന് പറഞ്ഞാൽ ശുദ്ധിയെ അനിവാര്യമാക്കുന്നത് നിലക്കൽ. ശുദ്ധിയെ അനിവാര്യമാക്കുന്നത് നിലക്കൽ എന്ന് പറഞ്ഞത്. ഇപ്പോൾ ശുദ്ധി വരുത്തുന്നതിനെ അനിവാര്യമാക്കുന്ന കാര്യമുണ്ടല്ലോ. ഇപ്പോൾ ഒരാൾ ബാത്റൂമിൽ പോയി മൂത്രിച്ചു അല്ലേ, അത് ശുദ്ധിയെ അനിവാര്യമാക്കുന്നതാണ്. ഈ ശുദ്ധി അനിവാര്യമാക്കുന്നത് നിലക്കണം എന്ന് പറഞ്ഞെങ്കിൽ എന്താ? ഒരാൾ വുളുഒക്കെ ചെയ്തു, പക്ഷേ ഇത് പാസ് ചെയ്തുകൊണ്ടാണെങ്കിൽ പറ്റൂല, അത് നിലക്കണം. നിലച്ചിട്ട് ശുദ്ധി വരുത്തണം എന്നുള്ളതാണ്. പക്ഷെ അത് ശരിക്കും ഈ റഫുൽ ഹദസിൽ പെട്ടതുകൊണ്ടായിരിക്കാം ഷെയ്ഖ് മുഹമ്മദ് ഇബ്ൻ അബ്ദുൽ വഹാബ് റഹ്മത്തുള്ളാഹി അലൈഹിയൊക്കെ ഈ 9 എണ്ണം അതിൽ പരിമിതപ്പെടുത്തിയത്. അലാ കുല്ലിൻ ഇഖാമത്തുസ്സലാ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ പിന്നെ ഇതാണ് നിസ്കാരത്തിൽ അതിൻ്റെ ഷർത്തുകൾ പുലർത്തി. പിന്നെ അതേപോലെ തന്നെ റുക്നുകൾ. ഷർത്തുകൾ വേറെ, റുക്നുകൾ വേറെ. ചിലർ നീയത്തിന് റുക്കിനിലാണ് എണ്ണിയിട്ടുള്ളത്, അതിൽ പ്രശ്നമല്ല. നീയത്ത് ഷർത്തിലായ റുക്കിനിലായാലും മാഫി മുഷ്കിൽ. എന്താ റുക്കുനുകൾ? എത്ര നിസ്കാരത്തിൻ്റെ റുക്കുനുകൾ? 14 പറയും. നിസ്കാരത്തിൻ്റെ റുക്കുനുകൾ തക്ബീറത്തുൽ ഇഹ്റാം അല്ലേ, കഴിവുള്ളവർ നിൽക്കൽ, സൂറത്തുൽ ഫാത്തിഹ, റുക്കൂഅ്, ഇഅ്തിദാൽ, പിന്നെ സുജൂദുകൾക്കിടയിലുള്ള ഇരുത്തം, പിന്നെ തശഹുദ്, അവസാനത്തെ തശഹുദിന് വേണ്ടിയുള്ള ഇരുത്തം, അവസാനത്തെ തശഹുദ്, പിന്നെ സലാത്ത്, പിന്നെ 2 സലാമുകൾ. ഇതൊക്കെയാണ് നിസ്കാരത്തിൻ്റെ റുക്കുനുകൾ. പിന്നെ നിസ്കാരത്തിൻ്റെ വാജിബുകൾ. ഏതാ വാജിബുകൾ? സൂറത്തുൽ ഫാത്തിഹ പറഞ്ഞല്ലേ റുക്കിനിൽ. സൂറത്തുൽ ഫാത്തിഹ റുക്കിനിൽ പെട്ടതാണ്. വാജിബുകൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തക്ബീറാത്തുൽ ഇൻതിഖാൽ, തക്ബീറത്തുൽ ഇഹ്റാം റുക്കിനാണ്. അല്ലാഹു അക്ബർ നിസ്കാരം സ്ഥലം തുടങ്ങാനുള്ള തക്ബീർ, അത് തക്ബീറത്തുൽ ഇഹ്റാമാണ്. എന്നാൽ അത് കഴിഞ്ഞാലുള്ള തക്ബീറുകൾ, റുക്കുവിലേക്ക് പോകുമ്പോഴുള്ള തക്ബീർ, പിന്നെ സുജൂദിലേക്ക് പോകുമ്പോഴുള്ള തക്ബീർ, സുജൂദിൽ നിന്ന് ഉയരുമ്പോഴുള്ള തക്ബീർ, ഇതൊക്കെ എന്താണ്? തക്ബീറാത്തുൽ ഇൻതിഖാൽ എന്നാണ് പറയുക. ഒരു റുക്കിനിൽ നിന്ന് മറ്റൊരു റുക്കിനിലേക്ക് പോകുമ്പോൾ തക്ബീറുകൾ, അത് പിന്നെ വാജിബാണ്. പിന്നെ
പിന്നെ റുക്കോയിൽ സുബ്ഹാൻ റബ്ബിയൽ അദീം എന്ന് പറയൽ, പിന്നെ റുക്കോയിൽ നിന്ന് തല ഉയർത്തുമ്പോൾ സമിയല്ലാഹു ലിമൻ ഹമീദ എന്ന് പറയൽ, അതേപോലെ റബ്ബന വലക്കൽ ഹംദ് എന്ന് ചൊല്ലൽ എഴുത്തിദാലിൽ, പിന്നെ സുജൂദിൽ സുബ്ഹാൻ റബ്ബിയൽ അഅല ചൊല്ലൽ, സുജൂദുകൾക്കിടയിൽ റബ്ബി ഗഫിർലി അല്ലെങ്കിൽ റബ്ബി ഗഫിർലി വർഹംനി എന്ന് ചൊല്ലൽ, പിന്നെ ഒന്നാമത്തെ തശഹുദ് അതിനുവേണ്ടി ഇരിക്കൽ, ഒന്നാമത്തെ തശഹുദ് അതിനുവേണ്ടി ഇരിക്കൽ, അതിൽ തശഹുദ് ചൊല്ലൽ. മനസ്സിലായോ? ഇതൊക്കെയാണ് പിന്നെ വാജിബുകൾ 8, ഇത് 14, ഇത് 9 അല്ലെങ്കിൽ 10. ഇതൊക്കെ പാലിച്ചുകൊണ്ടുള്ള നിസ്കാരമാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. അതാണ് യുഖീമൂന അസ്സല എന്ന് പറയുന്നത്. പിന്നെ നിസ്കരിക്കുമ്പോൾ നിസ്കാരത്തിൽ എന്ത് വേണം? നിസ്കാരത്തിൽ ഇഖ്ലാസ് വേണം. നമ്മൾ നിസ്കാരത്തിൽ ഇല്ല, അള്ളാഹ്ക്കാണ് നിസ്കാരം. അതേപോലെ തന്നെ അള്ളാഹ്ക്ക് വേണ്ടിയിട്ട് നിസ്കരിക്കുമ്പോൾ നമ്മൾ ഭയചകിതമായി ഭക്തി ആദരപൂർവ്വം ഉള്ള നിസ്കാരമായിരിക്കണം. നിസ്കാരത്തിൽ ഒതുക്കം വേണം, അടക്കം വേണം, അതാണ് ഖുശൂഅ്. പിന്നെ നിസ്കാരത്തിൽ മുവാഫഖ എന്ന് പറഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത് കമാ റഅയ്തുമൂനി ഉസല്ലി, ഞാൻ നിസ്കരിക്കുന്നത് കണ്ടതുപോലെ സല്ലു എന്നാണ്, നിങ്ങൾ നിസ്കരിക്കൂ എന്നാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ചര്യ അനുസരിച്ചായിരിക്കണം നമ്മൾ നിസ്കരിക്കേണ്ടത്, നമുക്ക് തോന്നിയ പോലെയല്ല. പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെയാണ് നിസ്കരിച്ച് കാണിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് നിയോഗിച്ചത്. അപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സുന്നത്തിനനുസരിച്ചുള്ള നിസ്കാരം. അങ്ങനെ നിസ്കരിക്കുന്നതിനാണ് ഇഖാമത്തുസ്സലാ എന്ന് പറയുക. നിസ്കാരം നേരെയാക്കുക, യഥാവിധമാക്കുക എന്ന് പറയുന്നത്. അള്ളാഹു സുബ്ഹാനഹു വ തആല അതുകൊണ്ടാണ് പറഞ്ഞത് അല്ലദീന യുഖീമൂന അസ്സല, അല്ലദീന യുസല്ലൂൻ നിസ്കരിക്കുന്നവർ എന്ന് പറയാതെ അല്ലദീന യുഖീമൂന അസ്സല നിസ്കാരത്തെ ഇഖാമത്ത് ചെയ്യുന്നവരാകുന്നു അവർ. ഷർത്തും റുക്കുനും തമ്മിൽ എന്താ വ്യത്യാസം? ഷർത്തും റുക്കുനും, പിന്നെ റുക്കുനും വാജിബും അല്ലേ? ഷർത്തും ഉണ്ട്, മഷ്റൂത്തും ഉണ്ട്. ഷർത്ത് മഷ്റൂത്ത്. ഷർത്ത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പം നമ്മൾ ഈ പറഞ്ഞത്. മഷ്റൂത്ത് എന്ന് പറഞ്ഞാൽ ഇത് ഏതിനു വേണ്ടിയാ ഷർത്ത്? ഈ ഷർത്തുകൾ ഏതിനു വേണ്ടിയാ? നിസ്കാരത്തിന് വേണ്ടിയാണ് അല്ലേ? അതാണ് മഷ്റൂത്ത്. ഇത് ഷർത്ത്, നിസ്കാരമാകുന്ന മഷ്റൂത്ത്. ഇതുണ്ടെങ്കിലേ എന്തുള്ളൂ? ഇതുള്ളൂ. ഷർത്ത് ഉണ്ടെങ്കിലേ മഷ്റൂത്തുള്ളൂ. ഈ ഷർത്ത് ഒത്തെങ്കിലേ ആരുള്ളൂ? മഷ്റൂത്ത് നിസ്കാരമുള്ളൂ. ഓക്കെ? ഈ ഷർത്ത് ഉണ്ടായി എന്ന് വിചാരിച്ചിട്ട് മഷ്റൂത്ത് ഉണ്ടായിക്കൊള്ളണം എന്നില്ല. പക്ഷേ ഷർത്ത് ഉണ്ടെങ്കിലേ എന്തുള്ളൂ? മഷ്റൂത്തുള്ളൂ. മഷ്റൂത്ത് ഒരാൾ ഉണ്ടല്ലോ, നിസ്കാരം ഒരാൾ നിർവഹിക്കുന്നുണ്ടോ അയാൾക്ക് എന്ത് വേണം? ഷർത്ത് വേണം. ഇതില്ലെങ്കിൽ ഇതില്ല. പക്ഷെ ഇതുണ്ടായി എന്നതിൻ്റെ പേരിൽ ഇതുണ്ടായിക്കൊള്ളണമെന്നില്ല. മനസ്സിലായില്ലേ? ഇപ്പോൾ ഒരാൾ പിന്നെ ഒതു ചെയ്തു എന്നതിന് അയാൾ നിസ്കരിച്ചോളുന്നില്ല. ഒരാൾക്ക് ഒതു ചെയ്ത് നിൽക്കാം, ഷർത്തായിട്ടുള്ള കുളിക്കാം, ഒതു ചെയ്യാം. ഇത് ചെയ്തു എന്നതിനാൽ ഒരാൾ നിസ്കരിക്കേണ്ടതില്ല. പക്ഷേ ഇത് ചെയ്യണമെങ്കിൽ ഇത് വേണം. മനസ്സിലായോ? സൂക്ഷ്മമായൊരു പോയിൻ്റാണത്. അതാണ് ഷർത്ത്. എന്നാൽ റുക്കിൻ അങ്ങനെയല്ല. റുക്കിൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ റുക്കിനും ഉണ്ട്, നമുക്ക് ഏതൊന്നിനാണോ റുക്കിൻ അതുമുണ്ട് അല്ലേ? ഏതൊന്നിലാണോ റുക്കിൻ. ഇതുണ്ടെങ്കിലേ എന്തുള്ളൂ? നിസ്കാരമുള്ളൂ. റുക്കിനുണ്ടെങ്കിലേ എന്തുള്ളൂ? നിസ്കാരമുള്ളൂ. ഷർത്തിൻ്റെ മാതിരിയല്ല. ഇത് ഉണ്ടായി എന്നതിനാൽ ഇതുണ്ടായിക്കൊള്ളണമെന്നില്ല. പക്ഷേ ഇതുണ്ടാകൽ അനിവാര്യമാണ് ഇതുണ്ടാകാൻ. ഇതില്ലേ ഇതൊരിക്കലും ഇല്ല. മനസ്സിലല്ലേ? റുക്കുനും ഷർത്തും തമ്മിൽ വ്യത്യാസം. ഷർത്ത് ഉണ്ടായി എന്നതിനാൽ നിസ്കാരം ഉണ്ടായിക്കൊള്ളണമെന്നില്ല. പക്ഷേ റുക്കുനിൻ്റെത് അങ്ങനെയല്ല. റുക്കുനുണ്ടാവണം. ഏതിന്? നിസ്കാരത്തിന്. പറഞ്ഞാൽ മനസ്സിലായോ? ഒരാൾ ഫാത്തിഹ ഓതൽ റുക്കുനാണ്. ഫാത്തിഹ ഓതിയെങ്കിലേ എന്തുള്ള അയാൾക്ക് നിസ്കാരമുള്ളൂ. ഷർത്തിൻ്റെ മാതിരിയല്ല. ഫാത്തിഹ നിസ്കാരത്തിൻ്റെ അവിഭാജ്യ ഘടകമാണ്, അത്യന്താപേക്ഷിതമായിട്ടുള്ള കാര്യമാണ്. അപ്പോൾ റുക്കിന് വേണം എന്തിന്? നിസ്കാരത്തിന്. എന്നാൽ ഒരാൾ ഫാത്തിഹ ഓതിയിട്ടില്ലെങ്കിൽ അയാൾക്ക് നിസ്കാരമല്ല. ഷർത്തിൻ്റെ മാതിരിയല്ല. ഇതുണ്ടായി എന്നതിനാൽ ഒരാൾക്ക് നിസ്കാരം എന്തല്ല പിന്നെ ബാധ്യതയാണില്ല. പക്ഷേ നിസ്കരിക്കുകയാണോ ഇത് വേണം. സൂക്ഷ്മമായൊരു വ്യത്യാസമാണ്. റുക്കുനും വാജിബും തമ്മിലുള്ള വ്യത്യാസം അത് പിന്നെ ഇത് പരിഹരിക്കപ്പെടുന്നതുമായി ബന്ധപ്പെട്ടാണ്. റുക്കിനില്ലെങ്കിൽ എന്തില്ല? നിസ്കാരമില്ല. റുക്കിന് കൊണ്ടുവരുന്ന വേണം. എന്നാൽ വാജിബ്
അതൊരാൾക്ക് ഇല്ലെങ്കിൽ അയാൾക്ക് നിസ്കാരം ഉണ്ടാവും. എങ്ങനെ? സഹവിൻ്റെ സുജൂദ് കൊണ്ട്. ഒരാൾ എന്ത് ചെയ്തു? വാജിബായതൊന്ന് നഷ്ടപ്പെടുത്തി എങ്കിൽ അയാൾക്ക് സഹവിൻ്റെ സുജൂദ് 2 ചെയ്താൽ എന്ത് കിട്ടി? നിസ്കാരം കിട്ടി. റുക്കിന് ഒരാൾ നഷ്ടപ്പെടുത്തി എങ്കിൽ സഹവിൻ്റെ സുജൂദ് കൊണ്ട് പരിഹരിക്കപ്പെടില്ല. റുക്കിന് എത്തിക്കുക തന്നെ വേണം. റുക്കിന് എത്തിക്കുക തന്നെ വേണം. കാരണം റുക്കിന് അവിഭാജ്യ ഘടകമാണ്. അത് പരിഹരിക്കപ്പെടില്ല നഷ്ടപ്പെട്ടാൽ. അത് കൊണ്ടുവരിക തന്നെ വേണം. ഒരാൾ എന്ത് ചെയ്തു? ഇങ്ങനെ നിസ്കരിച്ച് സൂറത്തുൽ ഫാത്തിഹ ഓതി, സൂറത്ത് ഓതി, എന്നിട്ട് എന്ത് ചെയ്തു? അദ്ദേഹം പിന്നെ റുക്കൂ ചെയ്തില്ല. ആളിങ്ങനെ കുമ്പിട്ടിട്ട് സമി അല്ലാഹു ലിമൻ ഹമീദ എന്ന് പറഞ്ഞു. അപ്പം അയാൾക്ക് എന്തില്ല? അയാൾക്ക് റുക്കൂ കിട്ടിയിട്ടില്ല. അയാൾ 100 സഹവിൻ്റെ സുജൂദ് ചെയ്തിട്ടും കാര്യമല്ല. പിന്നെ അയാൾ ഒന്നുകിൽ ഈ റക്കായത്ത് തീരുന്നതിന് മുമ്പ് എന്ത് ചെയ്യണം? മടങ്ങി വന്നിട്ട് റുക്കൂ ചെയ്ത് പിന്നെ ഇത്ദാൽ ചെയ്തിട്ട് നിസ്കാരം തുടരണം. അതില്ല എങ്കിൽ നിസ്കാരം തുടർന്ന് പോയിട്ടുണ്ടെങ്കിൽ അവസാനം അയാൾ പിന്നെ നിസ്കാരത്തിൻ്റെ അവസാനത്തിൽ ഒരു റക്കായത്ത് കൂടി ഏറെ നിസ്കരിച്ചിട്ട് അതിലെന്ത് ചെയ്യണം? ഈ നഷ്ടപ്പെട്ട റുക്കൂള്ള ആ ഒരു റക്കായത്ത് കൊണ്ടുവരണം. എങ്കിലേ അത് പരിഹരിക്കപ്പെടുള്ളൂ. അതാണ് റുക്കുനുകൾ നഷ്ടപ്പെട്ടാൽ സഹവിൻ്റെ സുജൂദിനാൽ പരിഹരിക്കപ്പെടില്ല. റുക്കുന് ചെയ്യുന്ന വേണം. വാജിബുകൾ നഷ്ടപ്പെട്ടാൽ സഹവിൻ്റെ സുജൂദിനാൽ എന്ത് ചെയ്യും? അത് പരിഹരിക്കപ്പെടും. മനസ്സിലായോ? അതാണ് അതിൻ്റെ വ്യത്യാസം. ജമാഅത്ത് അതൊരു വിഷയമാണ്. ജമാഅത്തായിട്ടുള്ള നിസ്കാരമാണ് എങ്കിൽ ഒരാൾ റുക്കിന് നഷ്ടപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ ഇമാമിൻ്റെ പിന്നിലാണ് നിസ്കരിക്കണത്. ഇമാമിൻ്റെ പിന്നിലാണ് നിസ്കരിക്കണത്. ഒരാൾ എന്ത് ചെയ്തു? ഇമാമിൻ്റെ കൂടെ സുജൂദിൽ പോയി. ഇമാമ സുജൂദിന് ഇരുന്ന് പിന്നെയും അള്ളാഹു സുജൂദ് പോയി, 2ാമത്തെ സുജൂദ് എഴുന്നേറ്റ്. ഈ ചങ്ങാതി എന്ത് ചെയ്ത്? സുജൂദ് പോയിട്ട് മൂപ്പരവിടെ പിന്നെ കച്ചവടം ഓർത്ത് അവിടെ കിടന്ന് ഇമാമിൻ്റെ കൂടെ ഈ ഒരു സുജൂദിൻ്റെ ഇടയിലുള്ള ഇരുത്തായൊക്കെ നഷ്ടപ്പെട്ടിരിക്കണ്. അങ്ങനെയാണ് എങ്കിൽ എന്ത് ചെയ്യണം? ഇമാം സലാം വിട്ടതിന് ശേഷം അയാൾ നീച്ചിട്ട് ഒരു റക്അത്ത് നിസ്കരിക്കണം. കാരണം അയാൾക്ക് ഒരു റുക്കിന് പോയിക്കണ്. അതേസമയം ഇമാമിൻ്റെ കൂടെ ഒരാൾ എന്ത് ചെയ്ത്? വാജിബ് നഷ്ടപ്പെടുത്തി എങ്കിൽ ഇമാമിൻ്റെ കൂടെ അയാൾ തുടർന്നതിനാൽ ജമാഅത്ത് ഇമാമിൻ്റെ കൂടെയുള്ള അതുണ്ടല്ലോ, ഈ വാജിബ് നഷ്ടപ്പെട്ടത് ആ ജമാഅത്ത് നിസ്കാരം പരിഹരിക്കും. ഇമാമ് പരിഹരിക്കും. മനസ്സിലായില്ലേ? അപ്പോൾ ഒരാൾ എന്ത് ചെയ്തു? പിന്നെ നിസ്കരിക്കുമ്പോൾ ഇമാമ് അള്ളാഹു അക്ബർ എന്ന് പറഞ്ഞ് റുക്കൂ പോയി. ഈ ചങ്ങാതി ഇമാമിൻ്റെ കൂടെ ഇങ്ങനെ കുമ്പിട്ടു, അള്ളാഹു അക്ബർ പറഞ്ഞില്ല. പിന്നെ സുബ്ഹാൻ റബ്ബിയൽ അസീം എന്ന് പറഞ്ഞു. അപ്പോൾ അയാൾക്ക് എന്ത് ചെയ്തു? ഒരു തക്ബീർ നഷ്ടപ്പെട്ടില്ലേ? അത് അയാൾ സഹവിൻ്റെ സുജൂദ് പ്രത്യേകം ചെയ്യേണ്ടതില്ല. കാരണം ജമാഅത്തുള്ള നിസ്കാരമാകുമ്പോൾ എന്ത് ചെയ്യും? അത് പരിഹരിക്കപ്പെടും. ഇമാമ് പരിഹരിക്കും. അതാണ് അതിൻ്റെ പ്രത്യേകത. വാജിബും റുക്കുനും തമ്മിലുള്ള വ്യത്യാസം അങ്ങനെയാണ്. ഖലാസ്. ഇപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സുന്നത്തിന് അനുസരിച്ച് നിസ്കരിക്കണം എന്ന് പറഞ്ഞെങ്കിൽ അതിലെന്തോട്ട് നിസ്കാരത്തിൻ്റെ സുന്നത്തുകൾ പെട്ടു. സുന്നത്തുകൾ വാചികമായിട്ടുള്ള സുന്നത്തുകൾ, അതേപോലെ തന്നെ പ്രവൃത്തിപരത്തിലുള്ള സുന്നത്തുകളൊക്കെ അതിൽ പെട്ടു. ഈ ഷർത്തുകൾ, റുക്കുനുകൾ ഇതൊക്കെ പഠിച്ചു വെക്കണം. അതെപ്പോഴും നമുക്ക് പിടിപിടുന്നതിനെ കിട്ടേണ്ട വിഷയങ്ങളാണ് ഇതൊക്കെ. അപ്പോൾ അല്ലദീന യുഖീമൂന അസ്സലാ, വിശുദ്ധ ഖുർആൻ സന്മാർഗമായി കാരുണ്യമായി വർത്തിക്കപ്പെടുന്ന മുഹ്സിനുകൾ ആരാണ്? അവർ നിസ്കാരം യഥാവിധം നിർവഹിക്കുന്നവരും നേരാംവിധം നിർവഹിക്കുന്നവരുമായ ആളുകളാണ്. വയുത്തൂന സക്ക, അവർ സക്കാത്ത് യുത്തൂൻ എന്ന് പറഞ്ഞാൽ നൽകുന്നവരുമാണ്. സക്കാത്ത് നൽകുന്നവരുമാണ്. യുത്തൂൻ യുത്തൂൻ എന്ന് പറഞ്ഞാൽ അവർ നൽകുന്നു. വയുത്തൂൻ അവർ നൽകുകയും ചെയ്യുന്നു. സക്കാത്തിന് സക്കാത്ത് പിന്നെ നമുക്കറിയുന്ന വഹും ബിൽ ആഖിറതി ഹും യൂഖിനൂൻ. സക്കാത്ത് ഉണ്ടല്ലോ, 2 അർത്ഥത്തിൽ അത് വരും. ഒന്ന് തുഹുർ, മറ്റൊന്ന് നമാവ് വളർച്ചയാണ്, തുഹുർ ശുദ്ധിയാണ്. ഉണ്ടോ? അതാണ് സക്കാത്തിൻ്റെ പദാർത്ഥം. അപ്പം വളർച്ച, ശുദ്ധി എന്ന അർത്ഥത്തിലുള്ള സക്കാത്ത്. അതിൽ നിന്നാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഈ സക്കാത്ത് എന്ന ഇബാദത്തിന് ഇസ്ലാം കാര്യങ്ങളിൽ 5 ഇസ്ലാമിൻ്റെ സ്തംഭങ്ങളിൽ ഒന്നായ സക്കാത്തിന് ഈ പദം പേരായി വന്നത്. സക്ക എന്നുള്ളതല്ലേ. അത് വിശുദ്ധ ഖുർആൻ്റെ എഴുത്ത് പിന്നെ മറ്റു എഴുത്തുകളിൽ നിന്ന് വ്യത്യസ്തമാണ്. അതാണ് അതിൻ്റെ വിശുദ്ധ ഖുർആൻ അള്ളാഹുവിൽ നിന്നുള്ളതിൻ്റെ തെളിവും കൂടിയാണത്. അതായത് അന്ന് എങ്ങനെ എഴുതിയോ അങ്ങനെ പിന്നെ അതിൻ്റെ എഴുത്ത് വരുന്നു എന്നുള്ളതാണ്. ഇത് വിശുദ്ധ ഖുർആൻ അല്ലാത്ത ഒരു ഗ്രന്ഥത്തിലാണ് ഈ എഴുത്തെങ്കിൽ ആരും വായിക്കില്ല. എങ്ങനെ എഴുതുക? സക്കാത്ത് ഇങ്ങനെ എഴുതുക. നമ്മളിവിടെ തന്നെ സക്കാത്ത് ഇങ്ങനെ എഴുതുള്ളൂ. പക്ഷേ ഇത് വിശുദ്ധ ഖുർആൻ്റെ എഴുത്തിൻ്റെ പ്രത്യേകതയാണ്.
സക്കാത്ത് എന്നുള്ളത് ഉണ്ടോ, സലാത്ത് ഉണ്ടോ, വാവ്മലാണ് അലിഫ്, സക്കാത്ത്. അതേപോലെ തന്നെ പല വിശുദ്ധ ഖുർആനുമായി ബന്ധപ്പെട്ട് പല ഇതുമുണ്ട്. പിന്നെ എഴുത്തിൻ്റെ വ്യതിരക്തത അതങ്ങനെയാണ് എഴുതേണ്ടത്. ആ രീതിയിലാണ് നമ്മളിലേക്ക് അന്ന് മുതൽ ഇന്നോളം കൈമാറ്റം ചെയ്യപ്പെട്ടത്. വയൂത്തൂന സക്ക. അപ്പോൾ സക്കാത്ത് അതാണ്, നമ്മൾ സ്വത്തിൽ നിന്ന് സക്കാത്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ശുദ്ധി, അതേപോലെ തന്നെ അഭിവൃദ്ധി, അതാണ് അതിൻ്റെ ഒരു പ്രത്യേകത. അവർ സക്കാത്ത് നൽകുകയും ചെയ്യുന്നു എന്നുള്ളതാണ്. ഇവിടെ ഈ സൂറത്ത് മക്കിയത്താണ്. അപ്പോൾ മക്കിയത്തായ സൂറത്തിലാണ് ഈ സല നിർവഹിക്കാനും സക്കാത്ത് കൊടുക്കാനൊക്കെ പറഞ്ഞത്. ശരിക്ക് നിസ്കാരം 5 നിസ്കാരം ഫർളാക്കിയത് മദീനയിലാണ്. നിസ്കാരം ഫർളാക്കിയത് മക്കയിൽ, സക്കാത്ത് ഫർളാക്കിയത് മക്കയിൽ. അതാണ് ഇതൊക്കെ അറിയിക്കുന്നത്, സക്കാത്ത് മൊത്തത്തിൽ. പക്ഷേ സക്കാത്തിൻ്റെ പിന്നെ ആ കണക്കുകൾ, സക്കാത്തിൻ്റെ കണക്കുകൾ, അതായത് നിസാബ്, ഇന്നിന്ന സ്വത്തിനാണ് സക്കാത്ത്, ഇത്ര നിസാബ് എത്തിയാലാണ് സക്കാത്ത്, ഇന്നിന്ന ആളുകൾക്കാണ് സക്കാത്ത് കൊടുക്കേണ്ടത് തുടങ്ങിയ വിശദ വിവരങ്ങൾ വന്നത് എവിടെയാണ്? അത് മദീനയിലാണ്. പക്ഷേ നിസ്കരിക്കുക, അതേപോലെ സക്കാത്ത് നൽകുക എന്നുള്ള വിധികൾ അത് മക്കയിൽ തന്നെ ഉണ്ട്. അതാണ് ഇവിടെ ഈ പിന്നെ ആയത്തിൻ്റെ തേട്ടം. ഇനി ഇവിടെ പറയാണ് വഹും ബിൽ ആഖിറതി ഹും യൂഖിനൂൻ എന്നാണ്. വഹും എന്ന് പറഞ്ഞാൽ അവർ, ഈ മുഹ്സിനുകൾ, ബിൽ ആഖിറതി ഹും യൂഖിനൂൻ എന്നാണ്. യൂഖിനൂന ബിൽ ആഖിറാണ്, ഹും യൂഖിനൂന ബിൽ ആഖിറ. അവർ ആഖിറത്തിൽ ഹും അവർ യൂഖിനൂൻ എന്നാണ്. ഈ ഹും എന്നിവിടെ ആവർത്തിച്ചു പറഞ്ഞു 2 തവണ. ഈ മുഹ്സിനീങ്ങളെ കുറിച്ച് പറയണം, അവർ ബിൽ ആഖിറ, ആഖിറത്തിൽ, ഹും അവർ യൂഖിനൂൻ എന്നാണ്. അതെന്തുകൊണ്ട് നമ്മൾ മനസ്സിലാക്കുന്നത്. പിന്നെ ഇവിടെ യൂഖിനൂൻ എന്നാണ് പ്രയോഗിച്ചത്. നമ്മൾ പറഞ്ഞ ഈ സൂറത്ത് മക്ക കാലഘട്ടത്തിലാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മക്ക പ്രബോധന കാലഘട്ടത്തിലാണ് ഈ സൂറത്തിൻ്റെ അവതീർണത. ആ പ്രബോധന കാലഘട്ടത്തിൽ ആഖിറത്തിൻ്റെ വിഷയത്തിൽ മുശ്രിക്കുകൾ, കുഫാറുകൾ ആരാ? ആഖിറത്തിന് അവർ സമ്മതിക്കില്ല, പരലോക വിശ്വാസം അവർ സമ്മതിക്കില്ല. പരലോകം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മരിച്ചതിന് ശേഷമുള്ള ഉയർത്തെഴുന്നേൽപ്പാണ്, വിചാരണയ്ക്ക് വേണ്ടി ഒരുമിച്ച് കൂട്ടലാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല വിചാരണക്കെടുക്കലാണ്, രക്ഷാശിക്ഷകൾ വിധിക്കലാണ്. വിധിക്കപ്പെട്ടവർക്ക് സ്വർഗം, ശിക്ഷ വിധിക്കപ്പെട്ടവർക്ക് നരകം. ഇത് ആര് കൂട്ടാക്കിയിരുന്നില്ല? മക്കയിലെ ബോധവിശ്വാസികൾ കൂട്ടാക്കിയിരുന്നില്ല. ഒരിക്കലും അത് സമ്മതിച്ചിരുന്നില്ല. അവർ പറഞ്ഞിരുന്നത് ഞങ്ങൾ മരിച്ച്, ഞങ്ങൾ എല്ലായി, ഞങ്ങൾ നുരുമ്പി ജീർണിച്ച്, ഞങ്ങൾ മണ്ണായി, പിന്നെ ഞങ്ങൾ ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടുകയോ. അവർക്ക് അത് ഒരു അസഹ്യമായ വിഷയമായിരുന്നു. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവർ വളരെയധികം കളിയാക്കിയിരുന്നത്. പരലോക വിശ്വാസം അവർ ചെവിക്കൊണ്ടതേയില്ല. വദറബ ലനാ മസലൻ വനസിയ ഖൽഖഹു ഖാല മൻ യുഹ്യിൽ ഇബാമ വഹിയ റമീം. നുരുമ്പി ജീർണിച്ച എല്ലിൻ്റെ പൊടികളെ ആര് ജീവിപ്പിക്കുമെന്നാണ് അവർ ചോദിച്ചത്. അതുകൊണ്ട് അള്ളാഹു പറഞ്ഞത് ഖുൽ യുഹ്യീഹല്ലദീ അൻശഅഹ അവ്വല മറ. ആദ്യ തവണ എല്ലാം ആരാണോ പടച്ചത് അവൻ അതിനെന്ത് ചെയ്യും? പൊടിഞ്ഞതിന് ശേഷവും സൃഷ്ടിക്കും എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയണ്ടായി. തിൽക ഇദൻ കറത്തുൻ ഖാസിറ. അങ്ങനെ ഒരു മടക്കമുണ്ട് എങ്കിൽ അതൊരു നഷ്ടത്തിൻ്റെ മടക്കം തന്നെ എന്ന് അവർ പറഞ്ഞിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഏറ്റവും ഭോഷ്കമായി അവർ ചിത്രീകരിച്ചത് ഈ വിഷയത്തിലാണ്, പരലോകത്തിൻ്റെ വിഷയത്തിലാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അതുകൊണ്ടാണ് മുഹ്സിനാണോ അവർ, ഹും ബിൽ ആഖിറതി ഹും എന്താണ് യൂഖിനൂൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല അത് ഉറപ്പിച്ച് ഈ സുഹൃതവാന്മാരാണ് ഇതിൽ വിശ്വസിക്കുക എന്നുള്ളതിന് അതുകൊണ്ടാണ് അങ്ങനെ ഒന്ന് ശക്തമായിട്ട് പറയുന്നത്. യൂഖിനൂൻ എന്നുള്ളത് നമ്മൾ സൂറത്തുൽ ബഖറയുടെ തുടക്കത്തിൽ എന്താ പറഞ്ഞത്? വഹും ബിൽ ആഖിറതി യൂഖിനൂൻ. അവിടെ യൂഖിനൂൻ അല്ലേ? യൂഖിനൂൻ എന്നുള്ളത് ഐഖന അല്ലേ, യഖീനിൽ നിന്നാണ്. യഖീൻ ഇതാണ് ഇത് വരുന്നത്. എന്താ യഖീൻ? യഖീൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സിഫത്തുൽ ഇൽമ്, ഇൽമിൻ്റെ ഒരു വിശേഷണമാണ്. യഖീനിൽ ഇൽമും, യഖീനിൽ എന്തുണ്ടാണ്? ഇൽമുണ്ടാണ്. ഇൽമെന്താ? അറിവ്. പിന്നെ
തഹക്കും വേണം. തഹക്ക് എന്ന് പറഞ്ഞാൽ ഉറപ്പ്. അപ്പോൾ ഇൽമിനേക്കാൾ, അറിവിനേക്കാൾ ഉയർന്ന ഒരു മക്കാമാണ് എന്ത്? യഖീൻ. കേവലം അറിവല്ല, പിന്നെയോ അറിവിനപ്പുറം ഒരു ഉറപ്പ്, തഹക്കുക്ക്. ഇത് കൂടി ചേരുമ്പോഴാണ് യഖീൻ. ആഖിറത്തിനെ സംബന്ധിച്ചിടത്തോളം കേവലം ഒരു ബോധം പോരാ, പിന്നെയോ ഉറപ്പായിട്ടുള്ള ബോധം വേണം. ചിലർ പറഞ്ഞത് നമ്മുടെ ഈമാനിനെ അപേക്ഷിച്ച് യഖീൻ, ഈമാനുണ്ട് യഖീനും ഉണ്ട്. ഈമാനിനെ അപേക്ഷിച്ച് യഖീൻ നമ്മുടെ ശരീരവും റൂഹും തമ്മിലുള്ള ബന്ധം പോലെയാണ്. നമ്മുടെ ശരീരത്തിൽ റൂഹിനുള്ള സ്ഥാനം എത്ര? റൂഹില്ലെങ്കിൽ നമ്മളെന്താ? നമ്മളുടെ റൂഹ് എടുക്കപ്പെട്ടാൽ നമ്മൾ ജീവനറ്റു പോവും. ജീവനറ്റു പോവും. അതേപോലെ തന്നെ ഈമാനിൽ ആര്? യഖീൻ. യഖീനില്ലെങ്കിൽ ഈമാൻ ഉണ്ടാവില്ല, ഈമാൻ ഉണ്ടാവില്ല. ആത്മാവിൻ്റെ സ്ഥാനത്താണ് യഖീൻ എന്നുള്ളതാണ്. ഫൈറൂസാബാദി അദ്ദേഹത്തിൻ്റെ ബസായിറു ദവി തമീസ് എന്ന് പറഞ്ഞ മഹൽ രചന ഉണ്ട്, അനുഗ്രഹീത ഗ്രന്ഥം. അതിൽ അദ്ദേഹം ഇങ്ങനെ കുറേ വിഷയങ്ങൾ കൊടുക്കുന്നുണ്ട്. അദ്ദേഹം പറയാണ്, ഇദാ തസവ്വജ സബ്റു ബിൽ യഖീൻ ഉലിദ ബൈനഹുമാ ഹുസൂലുൽ അമാനത്തി ഫിദ്ദീൻ എന്നാണ്. സബർ, സബർ എന്താ? ക്ഷമ. ഇദാ തസവ്വജ സബ്റു ബിൽ യഖീൻ, സബർ യഖീനെ കല്യാണം കഴിച്ചാൽ ഉലിദ ബൈനഹുമ, അവർക്കുണ്ടാകുന്ന കുഞ്ഞാണ് ഹുസൂലുൽ അമാനത്തി ഫിദ്ദീൻ, ദീനിൽ നിർഭയത്വം ലഭിക്കുക എന്നുള്ളത്. ദീനിൽ നിർഭയത്വം ലഭ്യമാകണമെങ്കിൽ എന്ത് വേണം? സബർ യഖീനുമായിട്ട് ചേരണം എന്നതിൻ്റെ മാന അല്ലേ? സബറും വേണം, യഖീനും വേണം, ക്ഷമയും വേണം, യഖീനും വേണം. എന്നാൽ ഒരാൾക്ക് അയാളുടെ ദീനിൽ അമാനത്ത് കിട്ടി അല്ലേ, പിന്നെ അയാൾ പതറുമില്ല, ഇടറുമില്ല, വ്യതിചലിക്കൂല്ല, കിട്ടി. എന്ത് വേണം? രണ്ട് കാര്യം വേണം. ഒന്ന് സബറും, മറ്റൊന്ന് യഖീനും. എന്നിട്ട് അദ്ദേഹം ആയത്തോതി. ഏതായത്തെന്നറിയോ? വജഅൽനാ മിൻഹും അഇമ്മതൻ യഹ്ദൂന ബിഅംരിന ലമ്മാ സബറു വകാനൂ ബിആയാതിന യൂഖിനൂൻ. വജഅൽനാഹും അഇമ്മതൻ യഹ്ദൂന ബിഅംരിന, നമ്മളുടെ കൽപ്പനയാൽ വഴി നടക്കുന്ന നേതാക്കന്മാരാക്കി നാം അവരെ എന്നാണ്. അള്ളാഹിൻ്റെ കൽപ്പനയാൽ വഴി നടക്കുന്ന നേതാക്കന്മാരാക്കി. എപ്പോ? ലമ്മാ സബറു, അവർ ക്ഷമിക്കുകയും, വകാനൂ ബിആയാതിന യൂഖിനൂൻ, നമ്മുടെ വചനങ്ങളിൽ യഖീനുള്ളവരാകുകയും ചെയ്തപ്പോൾ. അപ്പോൾ അവർക്ക് സബറും യഖീനും ഉണ്ടായപ്പോൾ അള്ളാഹു പറയാണ് അവരെ നമ്മളുടെ സന്മാർഗത്തിൽ വഴി നടക്കുന്ന ഇമാമന്മാരാക്കി എന്നാണ്, മത നേതാക്കന്മാരാക്കി എന്നാണ് പറഞ്ഞത്. അപ്പം അത്തരം ആളുകൾ പഴക്കൂല, വ്യതിചലിക്കൂല. അതാണ് പറയുന്നത്. സബർ യഖീനുമായി ചേരുക, എന്നിട്ട് അതിലാണ് ഹുസൂലുൽ അമാനത്ത് ഫിദ്ദീൻ ഉണ്ടാകുന്നത് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഏതായാലും ഈ യഖീൻ അതൊരു ഉന്നതമായ മഖാമാണ്. അതുകൊണ്ട് നമ്മൾ ദൃഢവിശ്വാസം എന്ന് പറയുന്നത് ഈമാൻ വിശ്വാസമാണ്, ഈമാൻ വിശ്വാസമാണ്. പക്ഷേ യഖീൻ എന്താ? നമ്മൾ പറയല്ലേ ദൃഢവിശ്വാസം എന്നാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹിന്റെ ഷർത്തുകളിൽ ആദ്യത്തെ ഷർത്ത് എന്താ? അൽ യഖീനുല്ലദീ യൻഫി ശക്ക്, സംശയത്തെ നിരാകരിക്കുന്ന യഖീൻ എന്നാണ്. യഖീൻ അത് വിശ്വാസമല്ല, പിന്നെയോ ദൃഢവിശ്വാസമാണ്. എന്നാൽ കാരണം എന്താ? യഖീൻ എന്നാണ് പ്രയോഗിച്ചത്, യഖീൻ എന്നാണ് പ്രയോഗിച്ചത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതായിട്ട് അബൂഖല്ലാന് പറഞ്ഞില്ലേ, ആഫിയത്തിന് ശേഷം അല്ല യഖീനിന് ശേഷം ഒരു വ്യക്തി നൽകപ്പെട്ട ഏറ്റവും വലിയ അനുഗ്രഹം എന്താണ്? ആഫിയത്താണെന്നാണ്. ആഫിയത്ത്. അപ്പോൾ ആദ്യത്തെ ഏറ്റവും വലിയ അനുഗ്രഹം എന്താണ്? അള്ളാഹു നൽകുന്നത് യഖീനാണ്. ഒരാൾക്ക് അചഞ്ചലമായിട്ടുള്ള ദൃഢമായിട്ടുള്ളതായ ഉറപ്പുള്ള വിശ്വാസം, അതാണ് യഖീൻ. അത് കൊടുത്തതിന് ശേഷം പിന്നെ ഏറ്റവും വലിയ അള്ളാഹു നൽകിയ അനുഗ്രഹമാണ് ആഫിയത്ത് എന്നാണ്, മാനസിക ശാരീരിക സൗഖ്യം. ഏതായാലും ഇവിടെ പറയുന്നത് അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ മുഹ്സിനീങ്ങളുടെ വിശേഷണം പറയുന്നത് വഹും, അവർ ബിൽ ആഖിറതി ഹും യൂഖിനൂൻ, ആഖിറത്തിൽ അവർ യൂഖിനൂൻ യഖീനുള്ളവരാകുന്നു എന്നാണ്. നമ്മൾ ഈ ദൃഢവിശ്വാസം എന്നൊക്കെ പറഞ്ഞെങ്കിൽ അത് നമ്മളാണ്ട് ഒപ്പിക്കുക എന്നുള്ളതല്ലേ, ഒരാശയം ആണ്ട് ഒപ്പിക്കുക എന്നുള്ളതാണ്. പക്ഷെ അത് നമ്മൾ ഈ രീതിയിൽ മനസ്സിലാക്കണം.
അതിൻ്റെ അർത്ഥം. മരണം എന്ന് യക്കീനിന് അർത്ഥമല്ല, പക്ഷേ യക്കീന് കൊണ്ട് മരണം ഉദ്ദേശിക്കപ്പെടും. ഫഅ്ബുദ് റബ്ബക ഹത്താ യഅതിയക്കൽ യഖീൻ. യഖീൻ നിനക്ക് വരുന്നത് വരെ നീ റബ്ബിനെ ആരാധിക്കുന്നതാണ്, മരണം വരുന്നത് വരെ നീ മരിക്കോളെന്നാണ്. അവിടെ മൗത്തിന് അൽ യഖീൻ എന്ന് പറയാൻ കാരണം എന്താ? അതത്രയും ഉറപ്പാണ്. മരണം അത്രമേൽ ഉറപ്പാണ് എന്നുള്ളത് കൊണ്ടാണ് ആ ഒരു വിശേഷണം പറഞ്ഞത്, യഖീൻ. ഉലൈക അലാ ഹുദം മിർ റബ്ബിഹിം വ ഉലൈക ഹുമുൽ മുഫ്ലിഹൂൻ. ഉലൈക എന്ന് പറഞ്ഞാൽ ഈ ആളുകൾ ഉലായി എന്ന് പറയുന്നിടത്താണ് ഉലായിക്ക പറയുന്നത്. ചില ഇവർ പ്രത്യേകം പരിഗണിക്കപ്പെടണം, ഇവർ പ്രത്യേകം ശ്രദ്ധിക്കപ്പെടണം എന്നതിനാലാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല ഇങ്ങനെ പ്രയോഗിക്കുന്നത്. നമ്മളിവിടെ പറഞ്ഞില്ലേ, ശരിക്കും തിൽക്ക വർണ്ണനെ കുറിച്ച് പറഞ്ഞില്ലേ, അതേപോലെ തന്നെ ഇവിടെ തിൽക്ക ഇസ്മുൽ ഇഷാറയാണ്, ഉലായിക്കയും ഇസ്മുൽ ഇഷാറയാണ്. ഉലായിക്ക എന്ന് പറഞ്ഞാൽ അക്കൂട്ടർ. പക്ഷെ ഇവിടെ അക്കൂട്ടരല്ല, പിന്നെ ഇവിടെ ഇക്കൂട്ടരാണ്. ഇവിടെ തൊട്ട് പറഞ്ഞവരാണ്, അടുത്തേക്കാണ് ചൂണ്ടുന്നത്. പക്ഷേ ഉലായി എന്ന് പറയേണ്ടടുത്ത് ഉലായിക്ക എന്ന് പറഞ്ഞത് ഇവർ പ്രത്യേകം ശ്രദ്ധിക്കപ്പെടുകയും വായിക്കപ്പെടുകയും ചെയ്യണം എന്നുള്ളത് കൊണ്ടാണ്. ഇവർ അലാ ഹുദം മിർ റബ്ബിഹിം, തങ്ങളുടെ റബ്ബിൽ നിന്നുള്ള ഹുദയിലാകുന്നു, സന്മാർഗത്തിലും മാർഗദർശനത്തിലുമാകുന്നു എന്നാണ്. അത് അവർക്കുള്ള അള്ളാഹുവിൽ നിന്നുള്ള പ്രതിഫലമാണ്, അള്ളാഹിൻ്റെ നിന്നുള്ള കൂലിയാണ്. കാരണം അവർ ഇഖാമത്തുസ്സല, അതേപോലെ തന്നെ ഇതാഉ സക്ക, പിന്നെ ആഖിറത്തിൽ യഖീൻ, ഇതൊക്കെയുള്ള മുഹ്സിനുകളാണ്. അതുകൊണ്ട് തന്നെ അവർക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആലയിൽ നിന്നുള്ള സന്മാർഗം, ഹുദം മിർ റബ്ബിഹിം, റബ്ബിൽ നിന്നുള്ള ഹുദ എന്ന് പറഞ്ഞെങ്കിൽ ദുനിയാവിൽ നേർവഴിയിൽ നടക്കാൻ സന്മാർഗം അവർക്കുണ്ട്, ആഖിറത്തിൽ സ്വർഗത്തിലേക്കുള്ള ഹുദ അവർക്കുണ്ട്. അതാണ് ദുനിയാവിൽ അവർക്ക് നല്ലത് ചെയ്യാൻ, നല്ലവരോട് ചേരാൻ, ആഖിറത്തിൽ അവർക്ക് സ്വർഗത്തിലേക്ക് എത്താൻ, സ്വർഗാർഹരോടൊപ്പം ചേരാൻ ഒക്കെ റബ്ബിൽ നിന്ന് ഹുദ കൈവരിച്ചവരാകുന്നു അവർ എന്നാണ് പറയുന്നത്. വ ഉലൈക ഹുമുൽ മുഫ്ലിഹൂൻ. എന്താ വ ഉലൈക ഹുമുൽ മുഫ്ലിഹൂൻ? എന്താ ഈ ഫലാഹ് വിജയാണ് അല്ലേ? ഫലാഹ്, സുബൈൻസ്കാരത്തിന് ഫലാഹ് എന്ന് പറയും അല്ലേ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലത്ത് ഇങ്ങനെ പിന്നെ ഖിയാമുൽ ലൈൽ നിസ്കരിക്കുന്നവരെ കുറിച്ച് പറഞ്ഞില്ലേ, കാനി യഖ്റഊന ബിൽ മിഈൻ എന്നാണ്. മിഈൻ ഓതുമായിരുന്നാണ്, 100-ലേറെ ആയത്തുകളുടെ സൂറത്തുകൾ അവർ ഓതുമായിരുന്നു ധാരാളം. പിന്നെ അവർ പിന്നെ ഫലാഹിനെ ഭയന്നിരുന്നു എന്നാണ്. ഫലാഹ്, അവിടെ ഫലാഹ് എന്ന് പറഞ്ഞാൽ സഹൂർ, അടയത്താഴം. ഹയ്യ അലൽ ഫലാഹ് എന്ന് പറഞ്ഞാൽ നിസ്കാരത്തെ കുറിച്ചല്ല പറഞ്ഞത്. ഫലാഹ് ശരിക്കും ഫലാഹ് എന്നുള്ളത് അർത്ഥമാക്കുന്നത് ഫല്ലാഹാര, ഫല്ലാഹ് കർഷകനാണ് അല്ലേ? അൽ ഹദീദ് ലാ യുഫ്ലഹു ബിഗൈരിഹി എന്ന് കാണാം. അൽ ഹദീദ് ലാ യുഫ്ലഹു ബിഗൈരിഹി. എന്താ ഹദീദ് എന്നാൽ ഇരുമ്പ് ലാ യുഫ്ലഹു ബിഗൈരിഹി, ഇരുമ്പല്ലാത്തത് കൊണ്ട് മുറിക്കപ്പെടില്ല എന്നാണ്. അപ്പോൾ ഫലാഹ എന്ന് പറഞ്ഞെങ്കിൽ ശരിക്കും മുറിച്ചു, കഷ്ണിച്ചു, പിളർത്തി എന്നാണ് അതിൻ്റെ അർത്ഥം. മുറിച്ചു, കഷ്ണിച്ചു, പിളർത്തി, അതാണ് അൽ ഹദീദ് ലാ യുഫ്ലഹു ബിഗൈരിഹി. ഒരിക്കലും പിന്നെ അൽ ഹദീദ് ഇരുമ്പല്ലാത്തത് കൊണ്ട് മുറിക്കാൻ കഴിയില്ല എന്നാണ്, പിളർക്കാൻ കഴിയില്ല എന്നാണ്. അപ്പോൾ അവിടെ അതൊരു കവിതയാണ്, കവിതൻ്റെ ഭാഗം. അവിടെ ഫലഹ എന്ന് പറഞ്ഞെങ്കിൽ മുറിച്ചു എന്നാണ് അർത്ഥം. അതിൽ നിന്നാണ് ഇതൊക്കെ വന്നത്, കർഷകനൊക്കെ വന്നത് കേട്ടോ. കർഷകൻ്റെ പണി അതല്ലേ, നിലം പിളർന്ന്, ഭൂമി പിളർത്തി, പിന്നെ മണ്ണ് പിളർത്തി, വിത്തെറിഞ്ഞ്, ഇങ്ങനെയൊക്കെ അല്ലേ. വിജയം എങ്ങനെ കിട്ടുക? വിജയം ലഭിക്കാൻ അല്ലേ അധ്വാനിക്കണ്ടേ, നല്ല ശ്രമം ആവശ്യമല്ലേ. അതുകൊണ്ടായിരിക്കാം ഈ ഇദ്റാഖുൽ ബുഗിയ, ഒരാൾ തൻ്റെ ലക്ഷ്യം നേടുക, വൽ ഫൗസ് വിജയം നേടുക എന്നൊക്കെ തന്നെയാണ് അതിനൊക്കെയാണ് ഈ ഫലാഹ് പറയുന്നത്. അതിന് ഭാഷാപരമായിട്ടുള്ള കുറേ ചർച്ചകൾ കാണാൻ. എന്തായാലും ഇവിടെ ഉദ്ദേശം എന്താണ്? ഉലൈക ഹുമുൽ മുഫ്ലിഹൂൻ, അവരാകുന്നു വിജയിച്ചവർ, ഫലാഹ് നേടിയവർ. വിജയിച്ചവർ എന്ന് പറയുമ്പോൾ ദുന്യവിയായ ഫലാഹുണ്ട് അല്ലേ, പിന്നെ ഉഖ്റവിയായ ഫലാഹുണ്ട്. ഇഹത്തിൽ വിജയം, പരത്തിൽ വിജയം. ഇവിടെ അല്ലാഹു സുബ്ഹാനഹു വ തആല വ ഉലൈക അക്കൂട്ടർ ഹും, അവർ തന്നെയാകുന്നു അൽ മുഫ്ലിഹൂൻ,
എന്ന് പറഞ്ഞത്. മുഫ്ലിഹൂൻ എന്ന് പറഞ്ഞപ്പോൾ വിജയികൾ, ഫായിസൂൻ, അന്നാജൂൻ, രക്ഷപ്പെട്ടവർ, വിജയിച്ചവർ. എവിടെ വിജയിച്ചവർ എന്ന് പറഞ്ഞോ? ഇല്ല. അതുകൊണ്ട് തന്നെ പണ്ഡിതന്മാർ പറയാണ് ഫലാഹ് ദുന്യവിൻ്റെ ഇഹത്തിൽ, ഫലാഹ് ഉഖ്റവിൻ്റെ പരത്തിൽ. ദുന്യവിയായ ഫലാഹ് എന്ന് പറഞ്ഞെങ്കിൽ ഇവിടെ ഒരു ഹയാത്തുൻ തയ്യിബ, നല്ല ജീവിതം, വിശിഷ്ടമായ വിശുദ്ധമായ ജീവിതം, അത് അള്ളാഹു നൽകുക എന്നുള്ളതാണ്. സഅദാത്ത് ലിൽ ഹയാത്തി തയ്യിബ, നല്ല ജീവിതത്തിന് വേണ്ട സൗഭാഗ്യങ്ങളെ അള്ളാഹു കനിയുക എന്നുള്ളതാണ് അൽ ഫലാഹു ദുന്യവി, ദുന്യവിയായ വിജയം. അൽ ഫലാഹുൽ ഉഖ്റവി, പരലോകത്തെ വിജയം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൽ തഫ്സീറുകളിൽ കാണാം ബഖാ ഉള്ള, അതുപോലെ ഗിനൻ ഉള്ള, ഇസ്സുള്ള, ഇൽമുള്ള ജീവിതം എന്നാണ് അതിന് പ്രയോഗിച്ചത്. ബഖാ ഉൻ ബിലാ ഫന, അവിടെ നാശമല്ല, നിത്യവാസമാണ്. നാശമില്ല, നിത്യവാസം. ഗിനൻ ബിലാ ഫഖർ, ഇല്ലായ്മയില്ല, ദാരിദ്ര്യമല്ല, അങ്ങനെയുള്ള ഐശ്വര്യം. ഇസ്സുൻ ബിലാ ദുൽ, മാനക്കേടും നിന്ദ്യതയുമില്ലാത്ത പ്രതാപത്തിൻ്റെ ജീവിതം. പിന്നെ ഇൽമുൻ ബിലാ ജഹൽ, ജഹൽ. ഇവിടെ ബഖാവും ബിലാ ഫന. അല്ലേ? പരലോകത്തെ വിജയം അതെന്താ? പരലോകത്ത് അവിടെ പിന്നെ അനശ്വരതയാണ്, ശാശ്വതത്താണ്. അവിടെ നാശമില്ല, അവിടെ ശേഷിക്കലാണ്. അവിടെ ഗിനൻ, ഐശ്വര്യമാണ്. അവിടെ എന്തില്ല? ഫഖർ, ഇല്ലായ്മയും വല്ലായ്മയില്ല, ദാരിദ്ര്യമല്ല. അവിടെ ഇസ്, അവിടെ ഇസ്സാണ്. ഇസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രതാപം. ബിലദുൽ, അവിടെ അപമാനവും മാനക്കേടോ അല്ല. പിന്നെ അവിടെ ഇൽം, ബില ജഹിൽ, ജഹിലില്ലാത്ത ഇൽമിൻ്റെ ജീവിതം. ജഹിൽ എന്നുണ്ടെങ്കിൽ അവിവേകാകാം, വിവരക്കേടാകാം. അവിവേകവും വിവരക്കേടും ഒരു മനുഷ്യന് മേൽവിലാസമാണെങ്കിൽ അയാൾക്ക് എന്തുണ്ടായിട്ട് എന്താ കാര്യം? അവിവേകമാണ്, വിവരക്കേടാണെങ്കിൽ. അതെ, പുട്ടി പറഞ്ഞില്ലേ, പിന്നെ അനപ്പുറത്തുള്ള രാജാവിനെ നോക്കിയിട്ട് ഉടുമുണ്ടില്ലാത്ത രാജാവ്, രാജാവിന് തുണിയില്ല എന്ന് പറഞ്ഞില്ലേ, അതേപോലെ. അപ്പോൾ പിന്നെ ഇതാണ് ഉഖ്റവിയായ ഫലാഹ് എന്ന് പറഞ്ഞാൽ തഫ്സീറുകളിൽ കാണാം ബഖാ ഉൻ ബിലാ ഫന, ഗിനൻ ബിലാ ഫഖർ, ഇസ്സുൻ ബിലാ ദുൽ, ഇൽമുൻ ബിലാ ജഹൽ. ഈ പറയപ്പെട്ട ജീവിതം അതാണ് പിന്നെ പാരത്രിക വിജയം. അല്ലാഹു സുബ്ഹാനഹു വതആല വ ഉലൈക ഹുമുൽ മുഫ്ലിഹൂൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവരാകുന്നു വിജയികൾ. എങ്ങനെയുള്ള വിജയം? ദുന്യവിയായിട്ടുള്ള വിജയവും ഉഖ്റവിയായിട്ടുള്ള വിജയം. ദുന്യവിയായ വിജയം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല ജീവിതത്തിന് വേണ്ട സൗഭാഗ്യങ്ങൾ കനിഞ്ഞുകൊണ്ടുള്ള പിന്നെ ജീവിതം നൽകുക ദുനിയാവിൽ. ഉഖ്റവി എന്ന് പറഞ്ഞാൽ ഇത് നമ്മളിപ്പോൾ ഇന്ന് വിശദീകരിച്ചത്. ഹുദൻ വറഹ്മത്തൻ ലിൽ മുഹ്സിനീൻ അല്ലദീന യുഖീമൂന അസ്സലാത വയുഅ്തൂന അസ്സകാത വഹും ബിൽ ആഖിറതി ഹും യൂഖിനൂൻ ഉലൈക. ഇത് ഉണ്ടല്ലോ, ഇത് അടിസ്ഥാനമാണ്. ഈ മൂന്നെണ്ണം അടിസ്ഥാനം: നിസ്കാരം, സകാത്ത്, പിന്നെ യഖീൻ, ആഖിറത്തിലുള്ള യഖീൻ. ഇവിടെ ആഖിറത്തിനെ പ്രത്യേകം എടുത്ത് പറഞ്ഞാൽ ഞാൻ പറഞ്ഞില്ലേ, ആ കാലഘട്ടത്തിൻ്റെ പ്രത്യേകതയാണ്. അപ്പോൾ അള്ളാഹു സുബ്ഹാനഹു തആലയിലുള്ള വിശ്വാസം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അള്ളാഹുവിൽ അവർക്ക് വിശ്വാസമുണ്ട്. എങ്ങനെ വിശ്വാസം? അള്ളാഹു ഖാലിഖാണ്, റാസിഖാണ്, മുദബ്ബിറുൽ ആലം, ലോകത്തിൻ്റെ നിയന്താവാണ്, മാലിക്കുൽ ആലം, ലോകത്തിൻ്റെ ഉടമസ്ഥനാണ്. ഇതൊക്കെ അവർക്ക് വിശ്വാസമുണ്ട്. പക്ഷേ ആ അള്ളാഹ്ക്ക് ഇബാദത്ത് കൊടുക്കുന്ന വിഷയത്തിൽ മാത്രമാണ് അജഅലൽ ആലിഹത ഇലാഹം വാഹിദ എന്നവരെ ആശ്ചര്യം കൂറിയത്. പക്ഷെ ആഖിറത്തിൻ്റെ വിഷയം അങ്ങനെയല്ല. ആഖിറം അവർ ഒരിക്കലും അവർക്ക് അസഹ്യമായിരുന്നു പരലോക വിശ്വാസം. അതുകൊണ്ടാണ് ഇവിടെ ശരിക്കും ഈമാനാണ്, യഖീനാണ് ഉദ്ദേശം. ഈമാൻ, യഖീൻ. പക്ഷേ ആഖിറത്തിലുള്ള യഖീൻ എന്ന് പറയാൻ കാരണം അത് കാരണത്താലാണ്. ഏതായാലും യഖീനും ഈമാനും പിന്നെ നിസ്കാരം, സക, ഇതാണ് അടിസ്ഥാനം. മുഹ്സിനാകാൻ, ഒരാൾ മുഹ്സിനാകാൻ. ഇതിന് ബാക്കിയുള്ളതൊക്കെ ഇവിടെ ഉദ്ദേശം തന്നെയാണ്. ഇത് ജീവിതത്തിൽ മേൽവിലാസമായവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വിശുദ്ധ ഖുർആൻ ഹുദയാണ്, റഹ്മത്താണ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വതആല പറഞ്ഞ് പിന്നെയും അവരെക്കുറിച്ച് അല്ലാഹു സുബ്ഹാനഹു വതആല പറയാണ് ഉലൈക അലാ ഹുദം മിർ റബ്ബിഹിം വ ഉലൈക ഹുമുൽ മുഫ്ലിഹൂൻ.
അവരാകുന്നു ഈ ഹപര വിജയങ്ങൾ കരുളപ്പെട്ടവർ നൽകപ്പെട്ടവർ എന്നാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. ഖലാസ്. നമുക്ക് വമിനന്നാസി മൻ യശ്തരി ലഹുവൽ ഹദീസ് ലിയുദില്ല അൻ സബീലില്ലാഹ് തുടങ്ങിയുള്ള ആയത്താണ്. ഞാൻ അത് വിശദീകരിക്കാനാണ് ഇന്ന് ഉദ്ദേശിച്ചത്. കാരണം അന്ന് അതിന് ആ ആയത്തിൻ്റെ വിഷയത്തിലാണ് കുറേ ടൈം പോയത് ഇന്ന് ഒരുങ്ങിയപ്പോൾ. പക്ഷേ അത് നമുക്ക് അടുത്ത ആഴ്ച ഇൻഷാ അല്ലാഹ്. അള്ളാഹു ഖൈറാക്കട്ടെ. അസ്സലാമു